ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അവസാന സമയത്ത്, അതായത് ഇനി എന്തെങ്കിലും ഉടായിപ്പ് ട്രിക്ക് ചെയ്ത് SLC +1 +2 പബ്ലിക് എക്സാമിൽ പോയി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. A+ ഒക്കെയാണ്, ആ ഒരു ലെവലിലാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ. കാരണം ഞാനിതിൽ പറയാൻ പോകുന്നതൊക്കെ പാസ് മാർക്കിന് വേണ്ടിയും അതുപോലെ നല്ല ഇപ്പോൾ വളരെ ഒട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവസാനവട്ട ഉടായിപ്പ് ട്രിക്കുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞതൊക്കെ മറക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഒന്നും തുറന്നു നോക്കിയിട്ടില്ല, സിലബസ് പോലും കവർ ചെയ്തിട്ടില്ല, എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല, മോഡൽ എക്സാം ടഫായിരുന്നു, ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് വളരെയധികം ആശങ്കയാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ വീഡിയോ കണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും ഇന്നെങ്കിലും ഇപ്പോഴെങ്കിലും തുടങ്ങിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മാർക്ക്, പാസ് മാർക്കിനേക്കാൾ മുകളിലോട്ടുള്ള ഒരു ഗ്രേഡ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ വീഡിയോ കാണുന്ന SLC +1 +2 വിദ്യാർത്ഥികളൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു A4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ എടുത്തിട്ട് തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കി നോക്കുക തന്നെ ചെയ്യണം. കാരണം എനിക്കൊരു കാര്യം പ്രാക്ടിക്കലി നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത്, ഇനി എന്തായാലും എല്ലാ ടെക്സ്റ്റ് ബുക്കും എടുത്ത് വെച്ച് വലിയ വലിയ കൂടാരങ്ങളാക്കി ഇതെല്ലാം വായിച്ചു തീർത്ത് സിലബസും ഒക്കെ കവർ ചെയ്ത് കാണാപാഠവും അല്ലെങ്കിൽ പലതും പഠിച്ചിട്ട് പല ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കി പോകാനുള്ള സമയം ഇല്ല. സമയം ഇനിയില്ല. ഇനിയുള്ള സമയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ ഉള്ള സമയം എന്ന് പറയുന്നത് കൂടി പോയാൽ 5 or 6 ദിവസം മാത്രമാണ്. അതിനിടയിൽ നിങ്ങൾക്ക് ഓരോ എക്സാമിൻ്റെയും ഇടയ്ക്ക് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ 5 or 6 ദിവസം എന്ന് പറയുന്നത് ദിവസത്തിന്റെ എണ്ണത്തിൽ നിങ്ങൾ ഇനി കണക്കണ്ട. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് മണിക്കൂറുകളും മിനിറ്റുകളുമാണ്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 5 ദിവസം എടുത്തു കഴിഞ്ഞാൽ 120 മണിക്കൂറുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ മറ്റൊക്കെ മാറ്റി വെച്ചാലും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 12 മണിക്കൂർ എടുത്താലും നിങ്ങൾക്ക് 60 മണിക്കൂർ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഈ 60 മണിക്കൂറിൽ നിങ്ങൾക്കുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും +1 +2 കാരാണെങ്കിൽ 6 സബ്ജക്റ്റ് ഉണ്ട്, SLC കാരാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഓൾറെഡി കഴിഞ്ഞു, 9 സബ്ജക്റ്റ് ഉണ്ട്. ഈ 9 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള, എളുപ്പമായിട്ടുള്ള ഒരു 2 സബ്ജക്റ്റ്, നിങ്ങൾക്ക് A+ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു 2 സബ്ജക്റ്റ് മാറ്റി നിർത്തുക. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 7 or 6 സബ്ജക്റ്റ്, അതുപോലെ തന്നെ +1 +2 കാരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് 4 or 5 സബ്ജക്റ്റ്. ഈ 4 or 5 സബ്ജക്റ്റിലെ ടോട്ടൽ ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഒരു 10 വെച്ച് അറ്റ്ലീസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൂടിപ്പോയാൽ 50 ചാപ്റ്റേഴ്സ്. ഈ 50 ചാപ്റ്റേഴ്സിനെയാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 60 മണിക്കൂർ കൊണ്ട്, മാക്സിമം 70-72 മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ വളരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവസാനഘട്ട ഒരു സൂപ്പർ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് ജസ്റ്റ് നോട്ട് ചെയ്യുക നിങ്ങളുടെ ടോട്ടൽ സബ്ജക്ട്സ്. ഈ ഓരോ സബ്ജക്റ്റും നിങ്ങൾ ഇന്ന് പഠിക്കാൻ എടുക്കുന്ന സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണെന്നിരിക്കട്ടെ, ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചാപ്റ്റർ ബൈ ചാപ്റ്റർ നെയിം കൊടുക്കുക. ഓരോ ചാപ്റ്ററിന്റെ കീഴിലുള്ള ഓരോ യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഈ യൂണിറ്റിന്റെ പേരും അതിന്റെ തീമും അത് എഴുതിയ വ്യക്തിയുടെ പേരും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഈ രീതിയിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ മാത്സിനെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? മാത്സിന്റെ ഓരോ യൂണിറ്റുകളും അതിന് കീഴിൽ നിങ്ങൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസും അതിന് അറ്റ്ലീസ്റ്റ് ഒരു സോൾവ്ഡ് ക്വസ്റ്റ്യനും ആൻസർ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനിയുള്ള സമയം ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത 3-4 ദിവസം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ, ഇപ്പോൾ ഇംഗ്ലീഷാണ് പിന്നീട് എടുക്കുന്നതെങ്കിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ഐഡിയ ഉണ്ടാകും, ആരാണ് എഴുതുക എന്നുണ്ടാകും, അതിൽ ഏതൊക്കെ യൂണിറ്റ് ഉണ്ടാകും, ആ ഓരോ യൂണിറ്റിൻ്റെയും സമ്മറി ഉണ്ടാകും. ഇത് മതി, ഇത് മാത്രം മതി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ, മാത്സിനാണെങ്കിലും ഫിസിക്സിനാണെങ്കിലും കെമിസ്ട്രിക്കാണെങ്കിലും ഓരോ സബ്ജക്റ്റിലും എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ആ ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇക്വേഷൻസ് ആണെന്ന് കിട്ടും, ഏതൊക്കെ ലോസ്, ഏതൊക്കെ റൂൾസ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് എന്ന് കിട്ടും. അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. മക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇത് മതി. നിങ്ങളുടെ പാസ് മാർക്കാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു രീതിയിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ട്, അതായത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഒരു A4 ഷീറ്റ് എടുക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ പറയുന്ന യൂണിറ്റ്സുകൾ എഴുതുന്നു, അതിന്റെ സമ്മറിയും എഴുതുന്ന ആളും എഴുതുന്നു, മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് വെച്ച് എഴുതുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. അവസാനത്തെ 2 ദിവസം വെച്ച് റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മെയിൻ എക്സാം നടക്കുന്നതിൻ്റെ തലേ ദിവസങ്ങളിൽ, അതിന് മുമ്പ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഷോർട്ട് നോട്ടുകൾ എടുത്ത് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക.
സംഗതി സിമ്പിളാണ്. പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും എന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റ് ഇടാൻ നിൽക്കേണ്ട, ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവസാന സമയം പലരും ഇത് ചെയ്ത് ശീലിച്ച് പയറ്റി തെളിഞ്ഞ ട്രിക്ക് കൂടിയാണ്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ സബ്ജക്ട് ബൈ സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാം, അങ്ങനെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിൻ്റെ ഐഡിയോളജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് പഠിക്കാനൊന്നും നിൽക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ ഓരോ സബ്ജക്റ്റും ക്രാക്ക് ചെയ്യാൻ നോക്കുക, ശ്രമിച്ചു നോക്കുക, തീർച്ചയായിട്ടും പറ്റും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.